മകയിരം നക്ഷത്ര ജാതകരെ തിരിഞ്ഞു കൊത്തുന്ന 12 കാര്യങ്ങൾ എന്നുള്ള ഈ ഹെഡിങ് കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമുക്ക് ചില തിരിച്ചടികൾ ഉണ്ടായി വരാറുണ്ട്. അത് മുന്നേ കൂട്ടി കണ്ടറിയുന്നവർ വിദ്വാന്മാർ, ബുദ്ധിമാന്മാരെന്ന് നമുക്ക് പറയാം. പക്ഷേ എല്ലാവർക്കും ഇത് മുന്നേ കൂട്ടി കാണാനൊന്നും കഴിവില്ല. അവരുടെ ജീവിതചര്യ അനുസരിച്ച് ചില പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ചിലപ്പോൾ ചില ഇമോഷൻ്റെ ബലത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. പക്ഷെ ഇതെല്ലാം അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ വലിയ ആഘാതങ്ങളായി മാറിയാലോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ജീവിതചര്യയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പോകുന്ന ഈ ലൈഫ് നീണ്ടു പോവുകയാണല്ലോ, ഈ ലൈഫിലൊരു മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കാര്യം ഇതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ അനുഭവത്തിൽ വന്നിട്ടുള്ളതായിരിക്കും. ചിലർക്ക് ഇനി അതങ്ങോട്ട് നടക്കാനിരിക്കുന്നതായിരിക്കും. ചിലരായിട്ട് അതിൻ്റെ ഇങ്ങനെ വിളിമ്പിൽ വന്ന് നിൽപ്പുണ്ട്, ഇനിയിപ്പോൾ അതിലേക്ക് വീണു പോകും എന്നുള്ള മട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത്തരക്കാർക്കല്ല ഇത് വളരെയധികം പ്രയോജനം നൽകും. എന്നാൽ ഇതിപ്പോൾ ലൈഫിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ള ചിലരായിട്ട് പറയും, ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒഴിവായി പോയേക്കാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. ഈ മകരം നക്ഷത്രക്കാർ നിർബന്ധമായും ജീവിതത്തിൽ ഇത് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ജ്യോതിഷം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഓരോ നക്ഷത്രവും അത് അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ഒരു സ്വാധീനത്തെയും കുറിച്ച് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോ ഞാൻ ഹിന്ദു വിഷൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വ്യക്തി ജീവിതത്തിൽ ഈ നക്ഷത്രങ്ങൾ നന്നായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, ഈ നക്ഷത്രത്തിനൊരു പൊതു സ്വഭാവമില്ലേ, അങ്ങനെയൊക്കെയല്ലേ മനുഷ്യരാകൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഒരു നായ, പൂച്ചയൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, പക്ഷെ ഒരു നല്ല പരിശീലകൻ്റെ അടുത്തെത്തുമ്പം നായയും പൂച്ചയും എല്ലാം എന്ത് ചെയ്യുന്നു, അത് ആ ഇൻസ്ട്രക്ടറുടെ നിയന്ത്രണത്തിൽ അത് പ്രതികരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നായ്ക്കും പൂച്ചയ്ക്കൊക്കെ അതിൻ്റെ ജീനുകളിലെ ഒരു സ്വഭാവം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല നിർദ്ദേശകൻ, ഒരു ഇൻസ്ട്രക്ടർ വന്നപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് ആകാൻ തുടങ്ങി. അതാണല്ലോ പ്രധാനം. നമുക്കും ജീവിതത്തിൽ സ്വതവേ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊരു ദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരുത്തുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നന്മ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താമല്ലോ. ഇത് അറിഞ്ഞുകൂടാതെ ചെന്ന് ഈ കുളത്തിലും കിണറ്റിൽ ചാടിപ്പോണ്ടല്ലോ, അതായത് കുഴിയിൽ പെട്ടുപോണ്ടല്ലോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 100% ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ഏറ്റവും മുതൽക്കൂട്ടാകുന്നൊരു വീഡിയോ ആയിരിക്കും. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നക്ഷത്രങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇത് കുറച്ച് റിസർച്ച് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവരെ ഒരു ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ അതെന്നെ സന്തോഷിപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ലാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം. മകയിരം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന ശീലത്തിലേക്ക് വരാം. അത് ഏതാണെന്ന് അറിയാമോ? പിന്നീടാകട്ടെ എന്ന് പറയുന്ന ഒരു ശീലം. മകയിരം നക്ഷത്ര ജാതകർ സ്മാർട്ടാണ്, അവർക്ക് ഒട്ടേറെ കഴിവുകളുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ബോധമൊക്കെ ഉണ്ട്. പക്ഷേ മകയിരം നക്ഷത്രക്കാരിൽ പരാജയപ്പെട്ടിരിക്കുന്നവരടുത്ത് അവരുടെ ജീവിത രീതിയെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇവരിലെല്ലാം മാറ്റിവെക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ നാളെ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഇവർ മാറ്റിക്കളയും. ചിലപ്പോൾ അവരുടെ ഈ തുണി അലക്കുന്ന രീതി വരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവർ കുറേ തുണി കൂട്ടിയിട്ടിട്ട് ഒരു ദിവസം നിന്നിട്ട് അലക്കുന്ന രീതി, ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം. അപ്പോൾ ഒന്നിച്ചൊരു കാര്യം കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 ദിവസം വെയിറ്റ് ചെയ്യും. ഇവർ ചെയ്യാറുണ്ട്, കാര്യങ്ങൾ ചെയ്യില്ല എന്നല്ല, ചെയ്യാറുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, നാളെ ചെയ്യേണ്ടുന്ന കാര്യം നാളെ ചെയ്യുക എന്നുള്ള രീതിയിലല്ല. അവർ കുറച്ച് മാറ്റി വെച്ച് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. ഇന്നത്തെ നാളെ മാറ്റിവെച്ചു, മറ്റന്നാൾ മാറ്റിവെച്ചു, എന്നിട്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസൗകര്യം വന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു കുന്നായി.
ആ വർക്ക് അത് എന്തോ ആവട്ടെ, ജീവിതത്തിൽ എന്ത് കാര്യം, പഠനമായാലും ശരി, വേറെ എന്തെങ്കിലും കാര്യത്തിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, എന്തോ ആവട്ടെ, ഇങ്ങനെ ഇവർ മാറ്റിവെച്ച് അവസാനം അത് നടപ്പിൽ വരുത്താത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മകര നക്ഷത്രക്കാർ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക, അന്നന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അന്നത്തെ രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു മേൽക്കൈ കിട്ടുക. അല്ലാതെ ചില മിടുക്കന്മാരൊക്കെ ഉണ്ട്, മറ്റു നക്ഷത്രങ്ങളിലൊക്കെ ഉള്ള പലരും ഉണ്ട്. അവർ 1-2 ദിവസമൊക്കെ മാറ്റി വെച്ചാലും ശരി, അതിനേക്കാളും വേഗതയിൽ അതൊക്കെ ചെയ്ത് തീർക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അവരെ കണ്ടിട്ട് നമ്മുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളങ്ങനെ മാറ്റിവെക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തീർത്ത് കിട്ടിയില്ല. ഒടുവിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന റിസൾട്ടിൻ്റെ ഒരു 50-60% മാത്രമായിട്ട് ചുരുങ്ങിപ്പോവും. 100% കിട്ടേണ്ടത് 50-60% നിങ്ങൾ ചുരുങ്ങിപ്പോവും. അങ്ങനെ മതിയെങ്കിൽ നിങ്ങൾക്ക് ആകാം. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും. അത് കരുതലോടെ കാണുക. രണ്ടാമത്തെ കാര്യം, ഉപദേശിക്കാൻ നല്ല മിടുക്കർ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കുകയില്ല. മകര നക്ഷത്രക്കാരെ അടുത്തറിയാവുന്നവർക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഇവർ നല്ല നോളജ് ഉള്ളവരാണ്. ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന്മേലെ അവർക്കൊരു അഭിപ്രായം പറയാനുണ്ടായിരിക്കും. കാര്യം സമകാലികമായ കാര്യങ്ങളിലായാലും ഏതൊരു മേഖലയിലായാലും അവർ അറിവ് വർദ്ധിപ്പിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട്. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ജീവിത സാഹചര്യത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് പോലും നല്ലതായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാൻ മകര നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. പക്ഷേ ഈ കഴിവ് ഇവർ സ്വന്തം ജീവിതത്തിൽ അത്ര കണ്ട് പ്രയോജനപ്പെടുത്താറില്ല. ഇത് എടുത്ത് പറയാണ്, സ്വന്തം ജീവിതത്തിൽ ഇവർക്ക് ഈ ഉപദേശിച്ച് മറ്റുള്ളവരെ നന്നാക്കുന്ന കാര്യങ്ങൾ ഇവർ സ്വന്തം ജീവിതത്തിൽ പാലിക്കയില്ല. ഉദാഹരണത്തിന്, എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നവർക്ക് ധാരാളം ടൈം കിട്ടും, അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറാൻ കഴിയും എന്നൊക്കെ ഇവർ നന്നായിട്ട് ഉപദേശിക്കും. കാര്യം എൻ്റെ A to Z കാര്യങ്ങളൊക്കെ മറ്റുള്ള ഒരാളെ ബോധിപ്പിക്കും. പിന്നീട് ഇവരെ നോക്കുമ്പോൾ ഇവർ ചിലപ്പോൾ എണീക്കുന്ന 6 മണിക്കോ 7 മണിക്കൊക്കെ ആയിരിക്കും. ഇതൊരു ഉദാഹരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉദാഹരണം പറയുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും വരണമെന്നല്ല. ഇവർ ഒരുപാട് കാര്യങ്ങളെ അങ്ങോട്ട് ഉപദേശ രൂപേണ പറഞ്ഞു കൊടുക്കുമെങ്കിലും സ്വന്തം ജീവിതം വരുമ്പോൾ അതിലൊരു ഉദാസീനത കാണിച്ചേക്കും. അത് കാരണം എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവരുടെ വാക്കും ഇവരുടെ പ്രവൃത്തിയും 2 തട്ടിലായിപ്പോവും. ഇവരെ അടുത്തറിയുന്നവർ ഇവർക്ക് വലിയ വില കൊടുക്കില്ല. മാത്രമല്ല ഇതിവരുടെ ജീവിതത്തിൽ ഒട്ടേറെ തിരിച്ചടികളും ഉണ്ടാക്കും. കാര്യം ശരി ഇവർക്ക് അറിയാം, പക്ഷെ ആ ശരിയുടെ വഴിയിലേക്ക് സഞ്ചരിക്കാത്തത് നിമിത്തം ഇവർക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഞാനത് ചെയ്യാനുള്ളതായിരുന്നു, ഇത് ചെയ്യാനുള്ളതായിരുന്നു എന്ന് അവരുടെ മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉപദേശ രൂപേണ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലും കൂടെ ആപ്ലിക്കബിൾ ആകാനുള്ള ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. ഇത് ഇങ്ങനെ നേരെ ചൊവ്വേ നടത്തിക്കൊണ്ടു പോകുന്ന ഒട്ടേറെ മകര നക്ഷത്രക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കാര്യം പറയുന്ന വാക്ക് കൃത്യമായി പാലിക്കുകയും ജീവിതത്തിൽ അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഏതാനും പേരൊക്കെ അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും അങ്ങനെയൊന്നും അല്ല. അത് തിരിച്ചറിഞ്ഞ് നിങ്ങളിലൊരു പരിവർത്തനം വരുത്തിയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് നല്ലതായി ഭവിക്കും. ഇല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല തിരിച്ചടികൾ കിട്ടുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ധനം ചിലവഴിക്കുന്നതിൽ പിടിപ്പുകേടെന്നുള്ളതാണ്. നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ധനത്തിനുള്ള പ്രസക്തി അത്രമാത്രമാണ്. നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ അത് ധനവിനിമയത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ അധ്വാനിച്ച് ലഭിക്കുന്ന ധനം നമ്മൾ നേരാവണ്ണം ഉപയോഗിച്ചില്ലെങ്കിലോ നമ്മൾ സാമ്പത്തിക പ്രയാസത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. മകര നക്ഷത്രക്കാരിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. ഇവരുടെ ധനച്ചെലവിനെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇവരുടെ ധനച്ചെലവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കേൾക്കുമ്പോൾ ഇവർ ദൂർധരാണെന്നോ ഇവർ അനാവശ്യമായിട്ട് ഉള്ള മേഖലകളിൽ ധനം ചെലവഴിക്കണമെന്ന് അർത്ഥമാക്കേണ്ടതില്ല. അങ്ങനെയുള്ളത് ഏതൊരു നക്ഷത്രത്തിലും അങ്ങനെയുള്ള വ്യക്തികൾ കാണും. പക്ഷേ ഈ മകര നക്ഷത്രക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഐഡിയകളിലെ പാളിച്ചയാണ്. അതായത് ഇവരൊരു റെഫ്രിജറേറ്റർ മേടിക്കാൻ തീരുമാനിച്ചാൽ ഒരെണ്ണം എടുക്കും. പിന്നീടാണ് അത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൽ ഒരുപാട് ഇലക്ട്രിസിറ്റി ചിലവാക്കുന്നതാണ്, ഇതിന് റേറ്റിംഗ് ഒക്കെ കുറവാണെന്നുള്ളത്. അങ്ങനെ അവർ കുറച്ച് നാൾ ഈ ധനം കുറേ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിന് ശേഷം ഇത് വേണ്ട എന്ന് കരുതി ഇതിനെ മാറ്റിയിട്ട് അടുത്ത്
നല്ല റേറ്റിംഗ് ഉള്ള ഒരു റെഫ്രിജറേറ്റർ മേടിക്കും. അപ്പോൾ അവിടെ എന്ത് പറ്റി? ആദ്യം മേടിച്ച റെഫ്രിജറേറ്ററിൻ്റെ ധനം നഷ്ടപ്പെട്ടു. രണ്ടാമത് കുറേ കറണ്ട് ബില്ലടച്ചു. അത് ഉപേക്ഷിച്ചിട്ട് പുതിയതൊന്ന് വാങ്ങിച്ചപ്പോൾ അവിടെ കുറേ ധനം വിനിയോഗിച്ചു. അപ്പോൾ ഒന്ന് ചിന്തിച്ചേക്കൂ, ആദ്യമേ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നല്ലതൊരെണ്ണം മേടിച്ചിരുന്നെങ്കിൽ ഈ നഷ്ടങ്ങളെല്ലാം ഉണ്ടാവുമായിരുന്നു? ഇല്ല. ഇതുപോലെയാണ് ഇവർ വീട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇടിച്ചു പൊടിച്ചൊക്കെ വീടൊക്കെ പല വിധത്തിലുള്ള രൂപ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ്. ഇവരുടെ ചുറ്റുപാടുകളിൽ തന്നെ അറിയാം, ഒരേ കാര്യം തന്നെ ഇവർ റിപ്പീറ്റ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യണതാണ്. ചിലപ്പോൾ ഒരു പവൻ്റെ മാല മേടിച്ചു, അടുത്ത 2 മാസം കഴിയുമ്പോൾ ഇവർക്ക് തോന്നും ഇച്ചിരി കൂടെ പൈസ ഇരിക്കുന്നല്ലോ, ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് ഒരു 1.5 പവൻ്റെ മേടിക്കാമെന്ന്. ഇത് കൊടുത്തിട്ട് 1.5 പവൻ്റെ മേടിക്കുമ്പോൾ ഇവിടെയുള്ള പണിക്കൂലി നഷ്ടം, പുതിയത് മാച്ചിലെ പണിക്കൂലി ആഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വന്നുകൂടും. ഇതുപോലെ ഒട്ടേറെ സംഭവങ്ങൾ ഈ കൃത്യമായ ഒരു പദ്ധതി ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ധനനഷ്ടമായിട്ട് വന്നു ചേരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ധനച്ചോർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇനി 5 വർഷത്തേക്കുള്ളിൽ നമ്മളൊരു പ്ലാൻ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ ഇന്ന മാസം ഇത് ചെയ്യണം, അടുത്ത വർഷം ഇത് ചെയ്യണം, അടുത്ത വർഷം ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനുള്ളിൽ നിങ്ങൾ ആ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഞാനിപ്പോൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ എനിക്ക് നാളൊരു കാലത്ത് കിട്ടും, അല്ലെങ്കിൽ അത് എത്രത്തോളം മൂല്യമാവും, 5 ദിവസം കഴിയുമ്പോൾ ഈ പൈസ വെള്ളത്തിൽ പോകും. ഇതെല്ലാം ചിന്തിച്ചിട്ട് നിങ്ങൾ ചിലവഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ധനം ഇരിക്കും, അല്ല സംശയമൊന്നും വേണ്ട. പക്ഷേ ഇതിൽ നിന്ന് മാറി ഒരു ആഗ്രഹം തോന്നി, അപ്പോഴത്തന്നെ ഒരു പ്രോഡക്റ്റ് മേടിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധനത്തിന് മേലെ ഒരു പിടുത്തവും ഇല്ലാത്ത ഒരാളാണ്. പിന്നീട് പിൽക്കാലത്ത് ധനം ലഭിക്കാതെ കടം കയറി വിഷണ്ണരാകുന്ന ഒരാളുടെ പട്ടികയിലേക്ക് നിങ്ങളും തള്ളപ്പെട്ടു പോകും. വേണ്ടാത്ത ലോണുകൾ എടുക്കുക, വേണ്ടാത്ത ചിട്ടി കൂടി തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോവുക, അങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളിലെല്ലാം നിങ്ങളും ചെന്നുപെട്ടു. വേണമോ പണത്തിന് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇതനുസരിച്ചൊരു ചിലവ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ വരിക. ഇല്ലെങ്കിൽ കടക്കണിയിലേക്ക് മാറി മാറി പോവുക എന്നുള്ളതാണ്. പക്ഷേ മകേര നക്ഷത്രത്തിൽ എത്രയോ പേര് കൃത്യമായ രീതിയിൽ ധനവിനിയോഗം നടത്തി ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് പെടാം. അതിന് വേണ്ടിയിട്ട് ചിന്താഗതിയിലൊരു മാറ്റം വരുത്തിയാൽ മതി. 4ാമത്തെ കാര്യം അലസത എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പാർട്ട് ആദ്യത്തെ സന്ദേശത്തിൽ നമ്മൾ പറഞ്ഞു, മാറ്റിവെക്കുന്ന ശീലത്തിലൂടെ പറഞ്ഞു. ഈ അലസത അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എന്തെന്ന് പറഞ്ഞാൽ ഇവർ ഈ ജോലിയിലും അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിലും കാണിക്കുന്ന അലസതയും ഇവരുടെ ജീവിതത്തിന് ചില തിരിച്ചടികൾ സമ്മാനിക്കാറുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലി നേടിയെടുക്കുക, പിന്നെ ആ ജോലിയിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവർക്ക് കൊടുക്കാൻ പറ്റാതെ പോവുക. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ ജോലിയോട് ഇവർക്ക് പെട്ടെന്നൊരു മടുപ്പൊക്കെ വന്നു കൂടാറുണ്ട്. ഒരു ജോലി കഷ്ടപ്പെട്ടാണ് നേടിയെടുക്കുന്നതെങ്കിലും അതിലൊരു മടുപ്പൊക്കെ പെട്ടെന്ന് വന്നു ചേരാറുണ്ട്. അതോടുകൂടി അവർ അതിന്മേൽ അലസമാകാൻ തുടങ്ങും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു പോകേണ്ടതായിട്ടുണ്ടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ, ചില ഉത്തരവാദിത്വമുള്ള കാര്യത്തിന് മേൽ ഇവർക്ക് ഒരു അലസതയും മടിയൊക്കെ ഉണ്ടാകും. അത് പിന്നീട് പിൽക്കാലത്ത് ഇവരുടെ ഭദ്രതയിൽ, അവരുടെ ബന്ധങ്ങളുടെ ഭദ്രതയിലൊക്കെ കുറേയധികം പ്രശ്നം വരുത്തിയേക്കും. ഈ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ഈ അലസത വളരെയധികം ദോഷം ചെയ്യാറുണ്ട്. കാരണം ഇവർ നല്ല സ്മാർട്ടായിരിക്കും പഠിക്കാൻ, പക്ഷേ ഇവരെന്ത് ചെയ്യും, കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ, അവരുടെ പഠനം മുന്നോട്ട് പോകുമ്പം ഇവർ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കും. ഈ ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, പഠനമെന്ന കാര്യം, സ്റ്റഡി അവിടെ സ്റ്റോപ്പായിപ്പോൾ, അല്ലെങ്കിൽ ഒരു വളരെ ലോയിലുള്ള ഒരു പഠനമായിപ്പോൾ. അതോടുകൂടി അവരുടെ റിസൾട്ടിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി വരും. ഈ റിസൾട്ട് മേടിച്ച് വയ്ക്കുന്ന എന്തിനാ, നമ്മൾ ഈ പഠിച്ച റിസൾട്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കണ എന്തിനാ, നമ്മുടെ ഫ്യൂച്ചർ ഗോളുകൾ, ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി മാറണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കാണിക്കുന്ന ഈ അമാന്തങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിനെ വളരെ ലോ ലെവലിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇത് ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാവില്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അലസത നിങ്ങളുടെ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്, അത് നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളെക്കുറിച്ച് റിവ്യൂ നടത്തണം. ഞാൻ ഏതൊക്കെ കാര്യത്തിൽ സ്മാർട്ടാണ്, ഏതൊക്കെ കാര്യത്തിൽ ഞാൻ ഒരു അലസത കാണിക്കുന്നുണ്ട്. ആ അലസത കാണിക്കുന്നതിനെ ഒന്ന് നിങ്ങൾ പേപ്പറിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്മേൽ നിങ്ങൾക്ക് എത്രമാത്രം കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റുമോ അതിനെ ഒന്ന് കഴിവ് പ്രദർശിപ്പിച്ച് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ ജീവിതം വളരെ നന്നായിട്ട് മാറും. അതാണല്ലോ വേണ്ടതും. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുന്ന ശീലം. മകയിരം നക്ഷത്രക്കാരിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടാൽ ചിലർക്കൊക്കെ അത്ര കണ്ട് വിശ്വാസം വരില്ല. പക്ഷേ മകയിരം നക്ഷത്രക്കാർ സ്വന്തം കുടുംബത്തിലുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാവും, നമ്മൾ എത്ര പറഞ്ഞാലും മകയിരം നക്ഷത്രക്കാർ അതങ്ങോട്ട് അനുസരിക്കാൻ പോകുന്നില്ല. അവർക്ക് അവരുടെ ഉള്ളിൽ സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കൂ. ഇത് പുറമേ നിന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ആര് പറഞ്ഞാലും അത് ശ്രദ്ധാപൂർവം ഇവർ കേട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഓ, ഞാൻ പറഞ്ഞതല്ല, ഇയാൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി ഞാൻ പറയുന്നത് പോലെ ഇവൻ പ്രവർത്തിക്കുള്ളൂ എന്നൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ തോന്നലുണ്ടാവും. അത് ഇയാളുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരിക്കും, എന്ത് പറഞ്ഞാൽ ആ തലവലിക്ക് ശരി ഓക്കെ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഇവരുടെ ഉള്ളിൽ നീ എത്ര പറഞ്ഞാലും ശരി, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ അതിനനുസരിച്ചായിരിക്കും പെരുമാറുക എന്നുള്ളൊരു ഉള്ളിൽ ഇവർ അങ്ങനെ കരുതി വച്ചിട്ടുണ്ട്. എല്ലാവരും അത് അറിഞ്ഞുകൊണ്ട് കരുതുന്നതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒരു അഹങ്കാരം കൊണ്ട് കരുതുന്നതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇവരുടെ ശീലം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ശീലവും പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ കാര്യവും ശരിയാവും. നമ്മൾ എല്ലാ കാര്യവും ശരിയായിട്ട് ചെയ്യുന്നവരാണ്. അപ്പം മുന്നിലൊരാൾ, ഒരു അനുഭവജ്ഞനായ അനുഭവ സമ്പത്തുള്ള ഒരാൾ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ തരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ സ്വയം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആ പ്രവണതയെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഇയാൾ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യമുണ്ടല്ലോ, ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നാൽ എന്താ, ഇതുകൊണ്ട് എനിക്കൊരു മാറ്റം വരുമെങ്കിൽ നല്ലതല്ലേ. അല്ല, മനസ്സിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട, ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യം മാത്രമല്ല ശരി, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചില ശരികളുണ്ടാകും, ഇതൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയിട്ട് ഇത് കൊള്ളാമെങ്കിൽ ഞാനിതിനെ ജീവിതത്തിനോട് ചേർത്ത് പിടിക്കും. അങ്ങനെ സമരസപ്പെട്ടുള്ള ഒരു ചിന്താഗതി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. അതോടുകൂടി തന്നെ നല്ല അഭിപ്രായങ്ങൾ, നല്ല നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പാളിച്ചകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അതിന് നിങ്ങളൊരു ശ്രമം നടത്താമെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര കണ്ട് നന്നാവുമെന്നറിയാമോ? ഇനിയെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആറാമത്തെ കാര്യം, വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകുക എന്നുള്ളതാണ്. മകയിരം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്നവരാണ് കേട്ടോ, നല്ല വില കൊടുക്കും. അല്ല, ആരെയും അപമാനിക്കാനൊന്നും ഇവർക്കൊരു താല്പര്യവുമില്ല. നല്ല സൗഹൃദങ്ങളെ, നല്ല വ്യക്തിബന്ധങ്ങളെ എല്ലാം ഇവരെപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇവരുടെ ഈ നല്ല മനോഭാവത്തെ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ കണ്ടില്ല എന്ന് വരാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ഈ മനോഭാവത്തെ മനസ്സിലാക്കിയിട്ട് ഇവരെ വഞ്ചിക്കാനും സാധ്യതയുണ്ട്. പ്രധാനമായി ഇവർ വഞ്ചന നേരിടുന്നത് ധനപരമായിട്ടുള്ള വഞ്ചനയാണ്. പ്രധാനമായിട്ട് ആരെങ്കിലും പിടിച്ച് ജാമ്യത്തിന് നിർത്തുക, അത്യാവശ്യത്തിന് ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറയും, ജാമ്യത്തിന് നിന്നു. പക്ഷേ ഈ വ്യക്തി എന്തോ കാരണം കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോകുന്നു. ഈ ബാധ്യത മുഴുക്കെ ഈ മകയിരം നക്ഷത്രക്കാരൻ്റെ ചുമലിലേക്ക് വന്നു ചേരുന്നു. ഇതുപോലെ എത്ര കാര്യങ്ങളിലാണ് ഇവർ വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളെയും നമ്മളെ ബന്ധുത്വങ്ങളെയും എല്ലാം നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരാളിൽ മേൽ വിശ്വാസം വന്നെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ 100% വിശ്വാസം അവിടെ കൊടുക്കാതിരിക്കുക. എപ്പോഴും എല്ലാത്തിൻ്റെ മേലും ഒരു നിയന്ത്രണത്തോടു കൂടിയുള്ള വിശ്വാസമാണ് വേണ്ടത്. കാര്യം നമ്മൾ എല്ലാത്തിലൊരു സ്റ്റഡി നടത്തണം. നിങ്ങൾക്ക് എത്ര പരിചയമുള്ള വഴിയായാലും ശരി, കണ്ണടച്ച് നടക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ലല്ലോ. കാര്യം നിങ്ങൾക്ക് പരിചയമുള്ള വഴിയാണെങ്കിൽ പോലും ആ വഴിക്ക് കുറുകെ ഒരു പാമ്പ് കടന്നു വന്നേക്കാം, അല്ലെങ്കിൽ വഴിയുടെ വക്കിടിഞ്ഞിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര വിശ്വാസമുള്ള ആളായാലും ശരി, നിങ്ങളുടെ ചെറിയൊരു നിരീക്ഷണം അത് ഏതൊരു ബന്ധത്തിലും നിങ്ങൾ പുലർത്തുന്നത് നന്നായിരിക്കും. അവരാരും മോശമായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണിത്. അത് പാലിക്കപ്പെടുക എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഏഴാമത്തെ കാര്യം, ഉദര സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ്. മകയിരം നക്ഷത്രക്കാരിൽ ഒരുപാട് പേർ പരാതി പറയുന്ന ഒരു കാര്യമാണ് ഉദര സംബന്ധമായ രോഗങ്ങൾ.
അതെന്നെങ്ങനെയാണ് തിരിച്ചടി കിട്ടുന്ന കാര്യത്തിൽ ഈ ഉദരസംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് പറയുന്നത്? അതൊരു രോഗമല്ലേ എന്നുള്ളൊരു ചോദ്യം പലരിലും ഉണ്ടാവും. പക്ഷേ ഈ രോഗം വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങളാണെന്ന് വന്നാലോ? അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. നിങ്ങളുടെ ഭക്ഷണശീലത്തിലുള്ള ചില പ്രയാസങ്ങൾ, പ്രത്യേകതകൾ, ഇവയൊക്കെയാണ് പ്രധാന കാര്യം. അധികമായിട്ടുള്ള മസാല ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അധികമായ എരിവും പുളിയും ഉപയോഗിക്കുക, പാലുൽപ്പന്നങ്ങൾ ഓവറായിട്ട് ഉപയോഗിക്കുക, മധുരത്തിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം നിങ്ങളുടെ വയറിനെ കേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചില കാരത്തിൻ്റെ ക്ഷാരഗുണമുള്ള ചില വസ്തുക്കളുടെയൊക്കെ ഉപയോഗം നിങ്ങളുടെ വയറ്റിനുള്ളിൽ ചില പ്രയാസങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും ഈ വരുന്നത് ഉദരസംബന്ധമായ രോഗങ്ങൾ, ഗ്യാസ് ട്രബിൾ തന്നെയാണ്. ചിലരിൽ ഈ ഉദരസംബന്ധമായ പ്രശ്നം കിഡ്നി സ്റ്റോണിനോ മൂത്രസംബന്ധിയായ പഴുപ്പ്, ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. ചില സ്ത്രീകൾക്ക് ഇത് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില വിഷയങ്ങൾക്ക് കാരണമാകാറുണ്ട്. എങ്കിലും പൊതുവിലെ ആഹാര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നാണ് ഇതുണ്ടായി വരിക. അതുകൊണ്ട് ആഹാരം മിതത്വമുള്ളതാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാക്കുക, ഒരു തരത്തിലും നമ്മുടെ ശരീരം വർജ്യമാക്കുന്ന തരത്തിലുള്ള, അതായത് അത് ശരീരത്തിന് വേണ്ട, നമ്മുടെ മനസ്സിന് വേണം, ഇതിൽ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാവുന്നുള്ള അത്തരം ഭക്ഷണങ്ങൾ, പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഇത് ഇന്ന് വയറിനായിരിക്കും കേട്, നാളെ ഇൻറ്റേർണൽ ഓർഗൻസിന് കേടുവരുത്തും. അത്രയും നേരം നമ്മൾ ഈ രുചിയുടെ പിന്നാലെ ഓടിക്കൊണ്ട് നടക്കും. നാവിൻ്റെ രുചിയുടെ പിന്നാലെ പോയേക്കരുതേ, അത് ജീവിതം നഷ്ടപ്പെടുത്തും. ഒരാളും നാവിൻ്റെ രുചികളുടെ പിന്നാലെ പോകരുത്. നാവിന് ഒരല്പം അരുചി ഉണ്ടാക്കിയാലും ശരി, ആ ഫുഡ് ഹെൽത്തി ആണെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എട്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ബാധ്യതകളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ, സഹായ മനസ്ഥിതിയും നല്ല ശുദ്ധഗതിയുമൊക്കെ മകയിര നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണെന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർ ചെറിയ കാര്യം ചെയ്യും, ഭയങ്കര മനസ്സലിവ. ആരെങ്കിലും ഇച്ചിരി കഷ്ടപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ കുറേ നേരം കിടക്കും. ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ കൊള്ളാമല്ലോ. നല്ല ചിന്താഗതിക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നല്ല ചിന്താഗതി കൊണ്ടുള്ള ചില പ്രയാസങ്ങൾ ചിലയിടത്ത് കാണും. ചിലപ്പോൾ ചില പേജുകൾ, ഫേസ്ബുക്ക് പേജുകളിലും മറ്റുമൊക്കെ വന്നിട്ട് ചില സഹായ അഭ്യർത്ഥനകളൊക്കെ ചിലർ നടത്തും. യാതൊരുവിധ ജെന്യൂനിറ്റി ഉണ്ടാവില്ല. പക്ഷേ അവർക്കൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ട് അവസാനം ആ പണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വരും. നമ്മൾ യഥാർത്ഥത്തിലുള്ള ആൾക്കാർക്ക്, സഹായം ആവശ്യമുള്ള ആളെക്കുറിച്ച് തിരഞ്ഞ് കണ്ടുപിടിച്ച് അവർക്കൊരു സഹായം ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ പേര് കള്ളത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്നവരെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എടുത്ത് ചെലവ് ചെയ്യുന്നത് എത്രമാത്രം മോശപരമായിട്ടുള്ള കാര്യമാണ്. ഇല്ല, ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. ഇവരുടെ ഈ സഹായം ചെയ്യാനുള്ള ഈ മനസ്ഥിതി ചുറ്റുമുള്ള ചില വ്യക്തികളൊക്കെ മുതലാക്കാറുണ്ട്. കാരണം ഇയാളടുത്ത് ഇച്ചിരി മനസ്സ് നിറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ സഹായിക്കുമെന്ന് ഈ ചുറ്റുമുള്ള ചില വ്യക്തികൾ, ദുഷിച്ച മനസ്ഥിതിയുള്ളവർ മനസ്സിലാക്കും. അവർ ഈ നനഞ്ഞിടം കുഴിക്കുന്ന ഒരു മട്ട് കാണിക്കും. ഇയാളെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ചില വരുതിയുണ്ട്, ചില രീതികളുണ്ട്, അതിൽ വരുത്തി നിർത്തിയിട്ട് ധനപരമായിട്ടും അല്ലാതെയുള്ള ഒട്ടേറെ സഹായങ്ങൾ ഇവർ സ്വീകരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സഹായങ്ങളൊക്കെ പാവപ്പെട്ട ആർക്കൊക്കെയോ ലഭിക്കേണ്ടതാണ്. മാത്രമല്ല ഇങ്ങനെ സഹായിച്ച് ഇവർ, ഈ മകയിര നക്ഷത്രക്കാർ, ചില ബാധ്യതകൾ കൂടി എടുത്ത് ചുമലി വയ്ക്കും. ചെറിയ തോതിലൊക്കെ ഉള്ള കാര്യമാണെങ്കിൽ ഇവർക്ക് ചിലപ്പം ചുമക്കാൻ പറ്റിയേക്കാം. പക്ഷേ സ്വന്തം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും മറ്റു ബാധ്യതകളും കൂടെ ശിരസിലാവുമ്പം ഇവർ തളർന്നു പോകും. ജീവിതത്തിൽ വലിയ തിരിച്ചടി ഇതുമൂലം ലഭിച്ച എത്ര പേരുണ്ടെന്നറിയോ ഈ മകയിര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട്? ഞാൻ ഒട്ടേറെ പേരെ കാണുന്നതാണ്. സമാനമായ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നവരെ ഞാൻ പറഞ്ഞ് തിരുത്തി ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതിൻ്റെയൊക്കെ വക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് ചുറ്റുപാടുകളെ ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കൂ, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. നിങ്ങൾ സഹായിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അർഹതയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ബാധ്യതയൊക്കെ ഏറ്റുപിടിച്ച് നിങ്ങളുടെ ജീവിതം കഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ ഇവിടുത്തെ ഒരു നിർദ്ദേശം.
ഇത് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. 9ാമത്തെ കാര്യം, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കുക എന്നുള്ളത്. മകര നക്ഷത്രക്കാർ കോപിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തമാശയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോപ അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്നവർ തന്നെയാണ് മകര നക്ഷത്രക്കാർ. അതും പലപ്പോഴും ഇവർ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലൊന്നുമല്ല കയറി ക്ഷോഭിക്കാൻ നിൽക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ നല്ല തർക്കമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോവും. എന്നാൽ ഇവരുടെ തർക്കത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ മനസ്സലിഞ്ഞ് തിരിച്ചു വരും. കാര്യം അപ്പോഴത്തെ ക്ഷോഭത്തിൽ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതാണ്, പ്രവർത്തിച്ചു പോകുന്നതാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ ക്ഷോഭിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകളും നിങ്ങൾ പ്രവർത്തിച്ച രീതിയും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളിന് എന്തുമാത്രം ഹർട്ടായിട്ടുണ്ടാവും. ആൾ പ്രതീക്ഷിച്ചു പോലും ഉണ്ടാവില്ല ഇങ്ങനൊരു മറുപടി, ഇങ്ങനൊരു പ്രവൃത്തിയൊക്കെ. അതോടുകൂടി അവരാകെ അങ്ങ് സ്തംഭനാവസ്ഥയിലാവും. മാത്രമല്ല, ചിലർ നിങ്ങളെക്കുറിച്ച് അത്രയും നേരം ധരിച്ചു വച്ചിരിക്കുന്ന നല്ലൊരു വല്യപ്പമുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ്, വളരെ നല്ല വ്യക്തിയെന്ന്. പക്ഷെ നിങ്ങളുടെ ഈ നിസ്സാര കാര്യത്തിലുള്ള ക്ഷോഭവും അതിനെ ചുറ്റി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതിയിൽ വലിയൊരു തെറ്റുവരുത്തും. അവർ നിങ്ങളെ ദുർബലനെന്നോ, അയ്യേ ഞാൻ ഇത്രയും കരുതിയതിനേക്കാൾ എന്ത് മോശമാണ് ഇയാൾ, എന്ത് മോശം ക്യാരക്ടറാണെന്നൊക്കെ ചിന്തിക്കാൻ ഇടയാക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകര നക്ഷത്രക്കാരെ, കോപിക്കേണ്ടടുത്ത് കോപിച്ചൊക്കെ പറ്റുള്ളൂ. പക്ഷെ നിസ്സാര കാര്യങ്ങൾ, വെറുതെ ഒരു ചെവി കൂടെയൊക്കെ ആയിട്ട് മറു ചെവി കൂടെ പോവാം, അല്ലെങ്കിൽ ഇതങ്ങ് പോട്ടെ, ഇതിനെ ഞാൻ കിടന്ന് കോപിക്കേണ്ട ആവശ്യമില്ല ഇത്രയും നിസ്സാര വിഷയത്തിൽ എന്നുള്ള രീതിയിൽ എടുക്കേണ്ടുന്ന കാര്യങ്ങൾ പോലും എടുത്ത് തലയിൽ കയറ്റി ടെൻഷൻ അടിപ്പിച്ച്, അല്ലെങ്കിൽ അതിനുമേലെ ക്ഷോഭത്തിൻ്റെ അങ്ങ് ഉത്തുംഗത്തിലെത്തുന്ന ആ ഒരു പ്രവണതയുണ്ടല്ലോ, അതൊന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. 10ാമത്തെ കാര്യം, ദുർശീലങ്ങളെ വിട്ടുകളയുവാനുള്ള മടി എന്നുള്ളതാണ്. മകര നക്ഷത്രക്കാരിൽ ദുർശീലങ്ങൾ വന്നു പെട്ടാൽ അത് വല്ലാത്തൊരു പ്രശ്നത്തിന് കാരണമാകും. കാര്യം, മനുഷ്യജീവിതത്തിൽ പല വിധത്തിലുള്ള സമ്പർക്കങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവനവൻ്റെ ഉള്ളിലെ ത്വര കൊണ്ടോ ചില മോശപ്പെട്ട പ്രവണതകളിൽ നമ്മൾ ചെന്ന് ചേർന്നേക്കാം. പക്ഷേ അത് എത്രയും പെട്ടെന്ന് കണ്ടിട്ട് തിരുത്തി വരികയാണെങ്കിൽ, ഒന്ന് പെട്ടുപോയി, അറിയാതെ പെട്ടുപോയതാണ്, അതിൽ നിന്ന് തിരുത്തി വരികയാണെങ്കിൽ നമ്മൾ ബുദ്ധിമാനായ വ്യക്തിയാണെന്ന് പറയാം. ഒന്ന് പെട്ടുപോയിട്ടും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തമായിട്ട് വരികയാണെങ്കിൽ, പരമാവധി ഇത്തരം ദുശീലങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ശീലത്തിലും പെടാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അറിയുക. അറിയാതെ പെട്ടാൽ നമ്മൾ മാറി വരും. പക്ഷേ ചില മകര നക്ഷത്രക്കാരുടെ ഉള്ളിലൊരു തോന്നലുണ്ട്, ഞാൻ ഈ ശീലത്തിന് എത്ര അടിമയായാലും ശരി, ഞാൻ വിചാരിച്ചാൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. പൊതുവെ മദ്യപിക്കുക, പുകവലിക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളിലുള്ളവരിലാണ് ഈ ഒരു മൂഢവിശ്വാസം കടന്നു നടക്കുന്നത്. അതായത് ഇവർ ആദ്യം ഒക്കേഷണലി വല്ലപ്പോഴും ഒരു മദ്യപിക്കും, പിന്നീട് അവർ മദ്യപിക്കില്ല. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ബോധമുണ്ട്, ഞാൻ വല്ലപ്പോഴുമാണ് മദ്യപിച്ചത്. എന്നിട്ട് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ മദ്യപിക്കും. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ഈ മദ്യപാനത്തിൻ്റെ ഇടവേളകളുണ്ട്. ചില ആഴ്ചയിൽ ഒന്നാണെങ്കിൽ ഇത് ആഴ്ചയിൽ ഉണ്ടാവും, പിന്നെ ദിവസത്തിലൊന്നാവും, പിന്നെ ദിവസത്തിൽ 2 നേരമാവും എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അപ്പോഴും ഇവർ മനസ്സിൽ കരുതി വെച്ചേക്കണത് എന്താണെന്നറിയാമോ, ഇതൊക്കെ വളരെ ചീള് കേസ്, ഞാൻ നാളെ ഇതെല്ലാം മതിയാക്കും വേണമെന്ന് വെച്ചാൽ. അവരെല്ലായിടത്തും അത് ചിലപ്പോൾ പറയുകയും ചെയ്യും. ഒന്നും നടക്കില്ല സുഹൃത്തെ, ഈ മദ്യവും ഇത്രയുള്ള ആസക്തികൾ വന്നു പെട്ടുപോയാൽ ഏതൊരു വ്യക്തിക്കും അത് ബോഡിയിൽ കുറേ ചലനങ്ങളുണ്ടാക്കും. അത് ബോഡി തന്നെ വാൺ ചെയ്തുകൊണ്ടിരിക്കും. മകര നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ മനസ്സും കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വളരെയധികം വിളിയുണ്ടാവും ഇത് അന്ന് നേടിയെടുക്കാൻ വേണ്ടി ഈ ദുർശീലം. അതുകൊണ്ട് ഒരു ദുർശീലം തുടങ്ങി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എന്തിലെങ്കിലും പെട്ടുപോയാൽ പതിയെ പതിയെ ആ ദുശീലം നിങ്ങളെ വിഴുങ്ങിക്കളയും. നിങ്ങളുടെ സ്വസ്ഥത, നിങ്ങളുടെ ധനം, നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് കടപുഴക്കിക്കളയും. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. നിങ്ങളെ കൊണ്ട് സ്വയം മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് തേടണം. അതിന് ചിലപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെയോ മറ്റൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സേവനം വേണ്ടിവരും നിങ്ങളുടെ ഇത്തരം മദ്യാസക്തി പോലുള്ള ആസക്തികളിൽ നിന്നൊക്കെ മോചനം നേടിയെടുക്കാൻ. ഇതൊന്നും വച്ചുകൊണ്ടിരിക്കരുത്. കാര്യം ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണിത്.
11ാമത്തെ കാര്യം ദാമ്പത്യ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറയുന്നത് എന്നുള്ളതാണ്. ഇത് സ്ത്രീയിലും പുരുഷനിലും കാണുന്നൊരു കാര്യം തന്നെയാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നേ കാലത്ത് ഇതിനെക്കുറിച്ച് ചിലർ വളരെയധികം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യം പറയാറുണ്ട്. ജീവിത അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകരുത്, റിയാലിറ്റി വേണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ചിലയിടത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക. നമ്മൾക്കൊരു ദേഷ്യം വന്നാൽ ഉടനെ ഞാൻ റിയാലിറ്റിയുള്ള വേൾഡിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ വായി തോന്നണമെന്ന് വിളിച്ച് പറയുന്നത്, നിങ്ങൾക്ക് വന്ന ദേഷ്യം മുഴുക്കെ അങ്ങോട്ട് പ്രദർശിപ്പിച്ചേക്കരുതേ. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള ഒന്നല്ല അത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാണ് പിന്നെ എവിടെ പോയിരിക്കണേ. ഇന്നത്തെ കാലത്ത് കണ്ടിട്ടില്ലേ, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഡിവോഴ്സ് വേണം. ഇനി ഇയാളടുത്ത് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഡിവോഴ്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇവളടുത്ത് ജീവിക്കാൻ പറ്റില്ല, ഡിവോഴ്സ് മേടിക്കാൻ പോവുക. എവിടെ ഈ ഡിവോഴ്സ്? നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് നിങ്ങൾ വഴക്ക് കൂടാറില്ലേ? അവർ തിരിച്ച് വഴക്ക് കൂടാറില്ല. നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്ത് നിങ്ങൾ വഴക്ക് കൂടാറില്ലേ? അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ച് പറയാറില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ആൾ നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് ഡിവോഴ്സ് വേണമെന്നോ സഹോദരങ്ങളുമായിട്ട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ച് വളർന്ന രണ്ട് വ്യക്തികൾ അവർ തമ്മിൽ ആശയപരമായിട്ടോ മറ്റോ ഒക്കെ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി വരും. ഈ തർക്കങ്ങൾ ഉണ്ടാവുന്ന ആ സെക്കൻഡ് സൊല്യൂഷൻ ഡിവോഴ്സാണ്. അത് അവസാനത്തെ ഒരു സൊല്യൂഷനാണ് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും എന്ത് ചെയ്തിട്ടും ഒരു ഗുണവും വരുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഈ വ്യക്തി പങ്കാളി എന്ന് പറയുന്ന ആൾ അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ രണ്ടുപേർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു നില വരുന്ന ഒരു ഘട്ടത്തിൽ പരസ്പരം ആയിട്ടോ അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കായിട്ടോ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ധാരണകൾ നന്നായിട്ട് വരണമെങ്കിൽ നമ്മളെക്കുറിച്ച് തിരിച്ചറിയണം. അതായത് നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകൃതം കുറവാണ്. നമ്മൾ ഉള്ളിൽ വിശ്വസിച്ച് വെച്ചേക്കണത് നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റ് ശീലം കൂടുതലാണെന്നാണ്. അതല്ല, നമ്മൾ പല കാര്യത്തിനെയും ഒരു ഇമോഷണലായിട്ട് സമീപിച്ച് അതിന് വേണ്ടാത്തൊരു വെയിറ്റ് കൊടുത്ത് നമ്മുടെ തലയെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും കുടുംബജീവിതത്തിൽ തർക്കങ്ങളൊക്കെ വരുമ്പോൾ തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എടുത്ത് തലയിൽ വെച്ച് ചുമന്നുകൊണ്ടിരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അത് കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്തും. നമ്മൾ ഒരു ഡിവോഴ്സ് നേടിയിട്ട് അടുത്തടുത്ത് പോയാലും ഇതേ പ്രശ്നങ്ങൾ തന്നെ ആവർത്തിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഉള്ളതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാമെങ്കിൽ അത്രയും നല്ലതാണെന്നേ ഞാൻ പറയൂ. 12ാമത്തെ കാര്യം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. മനുഷ്യർ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിച്ചു വരുമ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാവും. അതിൽ അവനവൻ്റേതായ അഭിപ്രായങ്ങൾ പറയുക സ്വാഭാവികമാണ്. അതാണെങ്കിലും ശരി, ഒരിടത്ത് നമ്മുടെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തെ അവർ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമ്മൾ അഭിപ്രായം പറയാതിരിക്കുകയല്ല നല്ലത്. എന്നാൽ മകേര നക്ഷത്ര ജാതകർ അറിഞ്ഞോ അറിയാതെയോ തങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത ചില ഭാഗങ്ങളിൽ പോയി അഭിപ്രായം പറയുക. അത് രാഷ്ട്രീയമാവാം, കുടുംബത്തിലാവാം, എവിടെയാവാം, സൗഹൃദങ്ങളിലാവാം. ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു ശീലമുണ്ട്. മാത്രമല്ല, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചെന്നിരുന്ന് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ വിളിച്ചു വരുത്താറുണ്ട്. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിനൊരു വിലയുണ്ടെന്നേ. ആ അഭിപ്രായം പറയേണ്ടടുത്ത് പറയുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഇടത്ത് നമ്മൾ വീണ്ടും വീണ്ടും അഭിപ്രായം പറഞ്ഞ് നിൽക്കാനോ മറ്റൊന്നും പാടില്ല. നമ്മുടെ അഭിപ്രായത്തിന് വില നൽകിയില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ പറഞ്ഞിട്ട് കാര്യം എന്താണ്? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പരമമായ കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുമൂലം വളരെയധികം മാനസിക വിഷമതകളുണ്ടാവും. നമുക്ക് നമ്മളെ തന്നെ ഒരു കുറച്ചിലായിട്ട് അയ്യോ ഞാൻ എത്ര മോശമാണ്, അവരെന്നെ ഒന്നും വിലയിട്ട് കണ്ടില്ലല്ലോ, ഞാൻ പറഞ്ഞാൽ അവർ കേട്ടില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു തോന്നലുണ്ടാകും. നമ്മൾ വലിയ കാര്യത്തിൽ നല്ല സൗഹൃദം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരുടെ അടുത്തൊരു അഭിപ്രായം പറയാൻ പോകുന്നത്. പക്ഷെ അവർ ഉൾക്കൊള്ളില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിങ്ങോട്ട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ മറുപടി കൊടുക്കുക എന്നുള്ളതല്ലാതെ വലിയ കാര്യത്തിൽ നമ്മളങ്ങോട്ട് പോയി എല്ലാവരെയും ഉപദേശിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കേണ്ടതില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് നോക്കൂ, ഇത്ര ആയില്ലേ? ഇതൊക്കെ നിങ്ങൾ ക്ഷമിച്ചിരുന്ന് കേൾക്കാൻ
നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർ ചർച്ചകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വാട്സപ്പ് ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിന് ഗുണം ചെയ്യുന്ന ചില ലിങ്കുകളായിരിക്കും. അതിലൂടെ ചെന്നാൽ നിങ്ങൾക്ക് ഒട്ടേറെ കണ്ടൻറ്റുകൾ കിട്ടും. ഇപ്പോൾ ഈ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പിറന്നാളിനും ചില പൂജ അർച്ചനാദി കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നൽകി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ചാനൽ ഒരു പെയ്ഡ് ചാനലാവും. ഞാൻ പലപ്പോഴും ഇത് പറയുകയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 5 പൈസ അതിനുവേണ്ടി ഈടാക്കില്ല. പക്ഷെ പിന്നീട് ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ഫീസ് ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നടക്കുന്ന പൂജകളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്ത് എൻ്റെ ഏൽപ്പിക്കും. 1 മാസം ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. കൂടുതലായിട്ട് എല്ലാ ദിവസത്തെയും പൂജാ പ്രാർത്ഥനകളിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങൾ അപ്രകാരം നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി. അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ ഹോമ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. ആ നിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.